ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. ആ കർത്താവിൻ്റെ ദാസിയെ നമുക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആദിവാസികളുടെ ഇടയിലാണ് കർത്താവിൻ്റെ വേലയോടൊപ്പമായിരിക്കുന്നത്. അവരുമായിട്ടൊക്കെ എങ്ങനെയായിരിക്കുന്നുവെന്നും കർത്താവ് ആ ദേശത്ത് അവരെ നടത്തുന്ന വിധങ്ങളും കർത്താവിൻ്റെ വലിയ പരിപാലനവും ഒക്കെ നമുക്ക് കേൾക്കുവാൻ കഴിയുന്ന സാക്ഷ്യത്തിലൂടെ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുമെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ഈ സാക്ഷ്യം അനേകർക്ക് വിടുതലായി മാറട്ടെ. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ദേവദാസി, എന്തുകൊണ്ട് സന്തോഷമായിരിക്കുന്നോ? സന്തോഷമായിട്ട്, കൃപയാൽ സന്തോഷമായിട്ട്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൽ കർത്താവ് സ്ഥലത്തൊക്കെ കർത്താവ് നടത്തുന്ന വിധങ്ങളൊക്കെ വലിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവിൻ്റെ വലിയ പരിപാലനം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. പ്രിയ ദേവദാസിയുമായി തിരുപാദപീഠത്തിൽ അടുത്ത് വരുവാൻ കർത്താവ് ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ അല്പസമയം ഇരുത്തണമേ കർത്താവേ. ഹല്ലേലൂയ. നിന്റെ ദാസിയുടെ വായോടും നാവോടും കൂടെ അങ്ങയുടെ ആത്മാവ് ഇരിക്കുമാറാകണമേ. കേൾക്കുന്നവർക്ക് വിടുതലായി മാറുവാൻ കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുവാൻ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദേവദാസി, ഇപ്പോൾ നമ്മളോടൊപ്പം എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ട്, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സാലമ്മ ഫിലിപ്പ്. ഞങ്ങൾ ജാർഖണ്ഡിൽ കർത്താവിൻ്റെ വേല ഇപ്പോൾ ജാർഖണ്ഡിലാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് പാസ്റ്റർ ഫിലിപ്പ് ജോൺ. ദൈവം ഞങ്ങൾക്ക് 3 പെൺമക്കളെ ദാനമായി തന്നു. മൂത്ത മോള് ഫേബ ഫിലിപ്പ്. അവൾ ഒരു നഴ്സിംഗ് കോളേജില് അഡ്മിനിസ്ട്രേഷനില്. രണ്ടാമത്തെ മോള് BEd പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മോള് സ്റ്റെഫി. അവള് MCom പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ ദേവദാസിയെ കർത്താവ് സഹായിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ ദേവദാസിക്ക് നൽകി തരികയാണ്. കർത്താവിൻ്റെ ദാസിയെ ദൈവം നടത്തിയ വിധങ്ങളും ജീവിതത്തിൻ്റെ അനുഭവമൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ദേവദാസി. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോയ്സ് ടി വിയിൽ കടന്നു വന്ന് എൻ്റെ അനുഭവ സാക്ഷ്യം ഷെയർ ചെയ്യുവാനായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിലേക്ക് എനിക്ക് അവസരം ഒരുക്കി തന്ന പ്രിയ സിസ്റ്ററിനും എന്നെ ഈ ഇതിലേക്ക് പരിചയപ്പെടുത്തിയ മണിപ്പൂരിൽ നിന്ന് ലിസിക്കുട്ടി ആന്റിക്കും എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് സാലമ്മ ഫിലിപ്പ്. ഞാൻ കോട്ടയം ജില്ലയില് വാഴൂർ 14 മൈലിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ മാതാവ് ഒരു അന്യദൈവത്തെ ആരാധിക്കുന്ന കുടുംബത്തിൽ നിന്നും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന മാതാവാണ്. അതുപോലെ തന്നെ പിതാവ് CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ദൈവസന്നിധിയിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ മക്കൾ 6 പേരാണ്. ഞാൻ 5ാമത്തെ ആളാണ്. 3 സഹോദരന്മാരും 2 സഹോദരിമാരും എനിക്കുണ്ട്. ബാല്യകാലത്തൊക്കെ എനിക്ക് വളരെയധികം ഞാൻ പലപ്പോഴും രോഗിയായി ഭാരപ്പെട്ടു. എനിക്ക് കൂടുതലും ഓർമ്മയുള്ളത് ഞാൻ ഹോസ്പിറ്റലുകളിലാണ്. എന്ത് രോഗമാണെന്ന് അറിയില്ല. നെഞ്ചുവേദന, അതുപോലെ പലവിധമാകുന്ന രോഗങ്ങളാൽ ഞാൻ ഭാരപ്പെട്ടു. പലപ്പോഴും എന്നെ മാതാവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഇങ്ങനെ ആ ഒരു അനുഭവം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എൻ്റെ മാതാവ് ഒരു ഹോമിയോ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ആക്കി. അതിനുശേഷം മാതാവ് ഭവനത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതായ സമയത്ത് താൻ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, എനിക്ക് ഈ പൈതലിനെ ആരോഗ്യത്തോടെ തരികയാണെങ്കിൽ, സൗഖ്യത്തോടെ തരികയാണെങ്കിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അത്ഭുതകരമായ രീതിയിൽ കർത്താവിനെ സൗഖ്യമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങളുടെ ഭവനം ഒരു
ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് മാതാവും പിതാവും അവര് വിശ്വാസത്തിലാണ്. അതുപോലെ ആത്മീയമാകുന്ന നിലയിൽ ഞങ്ങളെ വളരെ ആത്മീയ ശിക്ഷണം നൽകി തന്നാണ് വളർത്തിയത്. നല്ല മാതൃകയോടെ നിൽക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളായിരുന്നു ഞങ്ങളുടെ മുമ്പില്. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി രാത്രിയുടെ യാമങ്ങളിലൊക്കെ വളരെ കരഞ്ഞ് മക്കൾക്ക് വേണ്ടി ഇടിവിരുന്നെടുക്കുന്ന മാതാപിതാക്കളായിരുന്നു. അതുപോലെ സൺഡേ സ്കൂള്, സഭായോഗം, ഇതിനൊന്നും ഒരു മുടക്കവും വരുത്തിയിരുന്നില്ല. അതുപോലെ സന്ധ്യാപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥനയിലൊന്നും യാതൊരു മുടക്കം അവർ വരുത്തിയിരുന്നില്ല. വളരെ ഞങ്ങളെ ആത്മീയമായ രീതിയിൽ എത്രമാത്രം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ, ഞങ്ങളെ വളർത്താം, അതുപോലെ അവര് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു. അങ്ങനെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം എനിക്ക് ബൈബിൾ കോളേജിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഞാൻ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം നഴ്സിംഗ് പഠിക്കുവാനായിട്ട് കടന്നുപോയി. നഴ്സിംഗ് പഠനത്തിന് ശേഷം ഗോഹട്ടിയിൽ എൻ്റെ സഹോദരനും സഹോദരിയും ഒക്കെ ഉള്ളത് മൂലം ഞാൻ അവിടേക്ക് കടന്നുപോയി. എൻ്റെ സഹോദരനോടും സഹോദരിയോടൊപ്പം അവിടെയായിരുന്നു. അങ്ങനെ എൻ്റെ 20ാമത്തെ വയസ്സിൽ എനിക്ക് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന രോഗം പിടിപെടുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്ത് ഞാൻ ഗോഹട്ടിയിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമായിരുന്നു. ആ സമയത്ത് വളരെയധികം ജോയിൻസിനെല്ലാം വളരെ വേദനയാൽ ഞാൻ വളരെ ഭാരപ്പെട്ടു. കാലും കൈയൊക്കെ വളരെ നീരിനാല് വളരെ ഭാരപ്പെട്ടു. അല്പം പോലും നടക്കുവാൻ വയ്യാത്ത അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അതിനോടൊപ്പം ന്യൂമോണിയ പിടിപെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ശ്വാസം എടുക്കുവാൻ പോലും വളരെ ഭാരപ്പെട്ട് ഇരുന്ന് നിരങ്ങിയതായ അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ട്. നടക്കുവാൻ കഴിയില്ല, ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെക്കുവാനായിട്ട് കഴിയില്ല. എൻ്റെ സ്വന്തം കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്യുവാൻ വയ്യാത്തതായ ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ എൻ്റെ സഹോദരനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സിസ്റ്ററിനെ കേരളത്തിൽ കൊണ്ടുപോയി നല്ല ചികിത്സ കൊടുക്കണം എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ സഹോദരൻ എന്നിട്ട് പറഞ്ഞു, അവൾ എന്ന് തിരിച്ചു വന്നാലും, സൗഖ്യമായി തിരിച്ചു വന്നാലും ഞങ്ങൾ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ സഹോദരൻ എന്നെ നാട്ടിലേക്ക് വിട്ടില്ല. എൻ്റെ സഹോദരൻ എന്നെ അവിടെ തന്നെ ചികിത്സിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പലപ്പോഴും എനിക്ക് ഭയങ്കരമായ നെഞ്ചുവേദനയാൽ ഞാൻ ഭാരപ്പെട്ടു. ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിയാത്തതായ രീതിയിൽ ഞാനായി. ആ സമയത്ത് ഒരു ദിവസം ഭവനത്തിൽ ആരും ഇല്ലാതിരുന്നതായ സമയത്ത് എൻ്റെ മരുന്നൊക്കെ ഞാൻ എടുത്ത് എൻ്റെ മുൻപിൽ വെച്ചു. എന്നിട്ട് ഞാൻ ഒരു പാട്ട് പാടുവാനായിട്ട് ഇടയായി തീർന്നു. ആ പാട്ടിന്റെ 2 വരികൾ പാടുന്നു. എന്നേശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ, നിന്മാർവിലല്ലാതില്ലേനിക്കു വിശ്രാമം വേറെ. ഈ പാരിലും പരത്തിലും നിസ്തുല്യനൻ പ്രിയൻ, എൻ രക്ഷക എൻ ദൈവമേ, നീയല്ലാതില്ലാരും, എന്നേശു മാത്രം മതിയേനിക്കേതു നേരത്തും. ഈ പാട്ട് ഞാൻ പാടി. പാട്ട് മാത്രമേ പാടിയുള്ളൂ. വളരെ കണ്ണുനീരോടെ ഞാൻ അവിടെ വീണു. ആ നെടുമ്പാടെ ഞാൻ വീഴുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ദൈവത്തോട് ഇത്ര മാത്രം പറഞ്ഞു, ഇനി ഞാൻ ഈ അസുഖത്തിന് വേണ്ടി ഈ ടാബ്ലറ്റ് ഒന്നും ഞാൻ എടുക്കത്തില്ല, എന്നെ സൗഖ്യമാക്കണേ എന്ന് ഞാൻ പറയുവാൻ ഇടയായി തീർന്നു. എന്നാല് ദൈവം എന്നെ തൊടുവാൻ ഇടയായി തീർന്നു. യേശു എൻ്റെ
അത്ഭുതകരമായ രോഗസൗഖ്യം എനിക്ക് നൽകി തന്നു. അതിനുശേഷമായിട്ട് പല പ്രാവശ്യം എന്റെ ബ്ലഡ് ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ രോഗം എന്റെ ശരീരത്തിൽ പിന്നെ വന്നിട്ടുമില്ല. ഞാൻ ആ മരുന്ന് പിന്നീട് എടുത്തിട്ടുമില്ല. അങ്ങനെ എന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ രോഗസൗഖ്യം ദൈവം നൽകി തരുവാൻ ഇടയായി തീർന്നു. 1997 ഒക്ടോബർ മാസത്തിൽ എന്റെ വിവാഹം നടന്നു. വിവാഹ സമയത്ത് ദേവദാസൻ, അന്ന് ബീഹാർ ആയിരുന്നു, ഇത് 2000-ലാണ് ഇത് ജാർഖണ്ഡ് ആകുന്നത്. ബീഹാറിൽ നിന്നും ദേവദാസൻ കടന്നു വന്നു. അങ്ങനെ ആ സമയത്തൊക്കെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, എനിക്ക് സുവിശേഷ വേല ചെയ്യണം, എനിക്ക് ലോകപ്രകാരമുള്ള ആ ഒരു ഇത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് സുവിശേഷ വേല ചെയ്യണം എന്നുള്ളതായ വളരെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക്. അതിനുവേണ്ടി എത്ര കഷ്ടത വേണേലും ഞാൻ സഹിക്കും എന്ന് ഞാൻ പലപ്പോഴും ദൈവത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര കഷ്ടത വേണമെങ്കിലും ഞാൻ സഹിക്കും, എന്നെ സുവിശേഷ വേലയ്ക്ക് വിടണം, അത് കർത്താവിനെ ആൾക്കാരുടെ ഇടയിലേക്ക് എന്നെ അയക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും എന്റെ പ്രാർത്ഥന അത് മാത്രമായിരുന്നു, എനിക്ക് സുവിശേഷ വേല ചെയ്യണം. അങ്ങനെയുള്ളൊരു ആശ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 1997 എന്റെ വിവാഹം നടന്നു. ആ വിവാഹ സമയത്ത് ദേവദാസൻ എന്നെ കാണുവാൻ വരുന്നതായ സമയത്ത് എന്റെ പിതാവ് പറഞ്ഞു, ഒരു ദേവദാസനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ വളരെയധികം കഷ്ടതകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും, പട്ടിണിയൊക്കെ അനുഭവിക്കേണ്ടി വരും. ആ സമയത്ത് അച്ചാച്ചന് ഇപ്പോൾ പ്രായമൊക്കെ ആയി, സഹായിപ്പാനൊന്നും കഴിയത്തില്ല. അതുകൊണ്ട് വളരെ ചിന്തിച്ചൊക്കെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, വേണ്ടി ഇറങ്ങുന്നവരെ അവർക്ക് വേണ്ടി കരുതുന്നത്, ഞാൻ ഒരിക്കലും തിരിച്ച് നിങ്ങളുടെ അടുത്ത് ഞാൻ ഒന്നിനും ഒരാവശ്യത്തിനും വരത്തില്ല, ദൈവം എന്റെ കാര്യം നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ആ വിവാഹ സമയത്ത് ഞാൻ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ കർത്താവിനോട് ഞാൻ പറഞ്ഞു, അപ്പ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങയുടെ വേലയ്ക്ക് വേണ്ടിയിട്ട്. കർത്താവെ, അങ്ങ് എന്റെ കരം പിടിക്കണമേ, എന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരണം, ഞാൻ കർത്താവിലല്ലാതെ മറ്റൊരു മനുഷ്യരിലും ആശ്രയിക്കത്തില്ല എന്നുള്ളതായ ഒരു നിർണയം എടുത്താണ് ഞാൻ ഭവനത്തിൽ നിന്നും ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങളുടെ വിവാഹം ഒക്ടോബറിൽ കഴിഞ്ഞു. നവംബർ മാസത്തിൽ ഞങ്ങൾ ജാർഖണ്ഡ്, ഈ ബീഹാറിൽ ഇവിടെ എത്തി, റാഞ്ചിയിലെത്തി. റാഞ്ചിയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അതിനുശേഷമായിട്ട് ഞങ്ങൾ ഒരു സൈക്കിൾ റിക്ഷയിലാണ് ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചതായ ഒരു രീതിയിലാണ് എന്നെ കർത്താവ് കൊണ്ടുപോകുന്നത് എന്ന് ഉള്ളത് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ഇവിടെ സിങ്മൂഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചത്. ദേവദാസൻ ഇവിടെ സിങ്മൂഡിൽ താമസിക്കുന്നതിന് മുമ്പായി ഹജാരിബാഗ് എന്ന സ്ഥലത്താണ് ദേവദാസൻ കർത്താവിന്റെ വേലയിലായിരുന്നത്. അവിടെ നിന്നും ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ പോയി. അതിനുശേഷമായിട്ട് തന്റെ തണുപ്പിന്റെ വസ്ത്രങ്ങൾ, കമ്പിളി അതുപോലൊക്കെ ഉള്ളത് കൂട്ടുകാർക്ക് കൊടുത്തിട്ടാണ് പോയത്. ഇടയ്ക്കൊക്കെ അവധി കിട്ടുമ്പോൾ ഇവിടെ വന്ന് പിന്നെ വർക്ക് ചെയ്യും. അങ്ങനെ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ആ ഭവനത്തിൽ ഒന്നുമില്ല, ഒരു സാധനം ഇല്ല. ഞങ്ങള് 500 രൂപയുമായിട്ടാണ് ഞങ്ങൾ ഈ റാഞ്ചിയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ വന്നു. ഞങ്ങളൊരു ഖജൂർ ഇലയും കൊണ്ട് നെയ്തതായ ഒരു പായ വാങ്ങിച്ചു. അതിനുശേഷം ഒരു സ്റ്റൗ വാങ്ങിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതെല്ലാം ചെറിയ ചെറിയ പാത്രങ്ങൾ മാത്രം ഞങ്ങളുടെ ഭവനത്തിലുണ്ട്, അല്ലാതെ ഒന്നുമില്ല. ദേവദാസന് ഒരു സ്വെറ്റർ ഉണ്ട്. ദേവദാസൻ ആ സ്വെറ്റർ പകലൊക്കെ ഇട്ടുകൊണ്ട് പോകും, വൈകിട്ട് ഞാനതിടും. പിന്നെ അവിടെ നിന്നും ഞങ്ങൾ മൂരി എന്ന് പറയുന്ന 74 കിലോമീറ്റർ ദൂരെ ഉള്ള മൂരി എന്ന് പറയുന്നതായ സ്ഥലത്താണ് ഞങ്ങള് ആരാധനയ്ക്ക് വേണ്ടി ആരാധന നടത്തുവാനായിട്ട് കടന്നു പോകുന്നത്. ശനിയാഴ്ച ഞങ്ങള് ഭവനത്തിൽ നിന്നും പോകും. ശനിയാഴ്ച ദിവസം അവിടെ വിസിറ്റിംഗ് ചെയ്യും, ട്രാക്ട് കൊടുക്കും. അവിടെ ഒരു പ്രായമുള്ള മാതാവും പിതാവും ഉണ്ട്, അവരുടെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ അവരുമായിട്ട് അനേക ഇടങ്ങളിൽ കടന്നു പോകും, ട്രാക്ട് കൊടുക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ അതിനുശേഷം അന്ന് വൈകിട്ട് അവിടെ കിടന്നുറങ്ങും. അത് അന്ന് ഞായറാഴ്ച ആരാധന നടത്തും.
ആരാധന കഴിഞ്ഞ് ഉള്ള ഉച്ച സമയത്ത് ഒരു എക്സ്പ്രസ് ഉണ്ട് റാഞ്ചിയിലേക്ക്. പലപ്പോഴും ആ എക്സ്പ്രസിന് വരുവാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ കാണില്ല. ഞങ്ങള് അടുത്ത ഒരു ലോക്കൽ ട്രെയിൻ ഉണ്ട് സന്ധ്യക്ക്. ആ ലോക്കൽ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങള് അവിടെ കാത്തിരിക്കും സന്ധ്യ വരെ. അങ്ങനെ ആ സന്ധ്യക്ക് വരുന്ന ആ ലോക്കൽ ട്രെയിനിലാണ് ഞങ്ങൾ റാഞ്ചിയിലേക്ക് മടങ്ങി പോരുന്നത്. അതിനുശേഷം 1998 എൻ്റെ മൂത്ത മോള് ജനിച്ചു. 99 ഞങ്ങൾ കൂട്ടി എന്ന് പറയുന്നതായ സ്ഥലത്തേക്ക്, അതൊരു ഗ്രാമപ്രദേശമാണ് കൂട്ടി. അവിടെ ഒരു ഹിന്ദു സമുദായത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന ഒരു ആന്റി ഉണ്ട്. ആ ആന്റിയുടെ ഒരു വിജനമായ ഒരു സ്ഥലത്ത് ഒരു വീടാണ്, ഒറ്റ വീടേ ഉള്ളൂ. ആ വീട്ടിൽ ആരാധന നടത്തുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടന്നു വന്നു. റാഞ്ചിയിൽ നിന്ന് 43 കിലോമീറ്ററോളം ദൂരം ഉണ്ട് ഈ കൂട്ടി. അവിടെ വന്നു. അവിടെ ഞങ്ങള് വന്നും പോയിരുന്നു. അതിനുശേഷം 1999 ദേവദാസൻ റാഞ്ചിയിൽ നിന്നും കൂട്ടിയിലേക്ക് അവിടെ താമസിച്ചുകൊണ്ട് വേലയുടെ വിശാലതയ്ക്ക് വേണ്ടി താമസിച്ച് വർക്ക് ചെയ്യുവാനായിട്ട് കടന്നു വന്നു. ആ സമയത്ത് ഞാൻ 99 എന്റെ രണ്ടാമത്തെ മോളെ പ്രസവിക്കാനായിട്ട് ഞാൻ നാട്ടിൽ പോയി. ആ സമയത്ത് ദേവദാസൻ വന്നപ്പോൾ ഒരു പണിതുകൊണ്ടിരിക്കുന്നതായ ഒരു വീട്ടിലാണ് താമസിച്ചത്. ഭിത്തിയിൽ നിന്നുള്ള തണുപ്പ് സമയമായിരുന്നു. ഭിത്തിയിൽ നിന്നുള്ള തണുപ്പ് വളരെ അടിച്ചു, തറയിൽ നിന്നുള്ള തണുപ്പടിച്ച് തന്റെ ശരീരം വളരെയധികം ബലഹീനമായി തീർന്നു. അങ്ങനെ വളരെയധികം രോഗിയായി ഭാരപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒരു ദിവസം ആരുമില്ല, അറിയാവുന്ന ആരുമില്ല, സഹായിപ്പാൻ ആരുമില്ലാത്തതായ ആ അവസരത്തില് ദൈവത്തോട് നിലവിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദൈവം അത്ഭുതകരമായി ആ സമയത്ത് ദേവദാസനെ വിടുവിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ട്രാക്റ്റ് ഒക്കെ കൊടുത്ത് ഒരു ദിവസം ഇങ്ങനെ പോകുന്നതായ സമയത്ത് ഒരു സഹോദരിയെ കണ്ടു. ആ സഹോദരി ഈ പ്രകാരം പറഞ്ഞു, ഞങ്ങൾ താമസിക്കുന്നതിനടുത്ത് ഒരു റൂമുണ്ട്, ദേവദാസൻ വന്ന് ചോദിക്കുകയാണെങ്കിൽ ലഭിക്കുമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അതൊരു ആദിവാസി ഡോക്ടറിന്റെ വീടാണ്. ആ വീട്ടിലിരുന്നാണ് ഇന്ന് ഞാൻ കർത്താവിനെ സാക്ഷിക്കുന്നത്. ഈ ഭവനം ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു 1999. അങ്ങനെ ഈ ഭവനത്തില് ദൈവദാസൻ വന്നു. ഈ കൂട്ടി എന്ന് പറയുന്നത് മുണ്ട ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ്. ആദിവാസികൾ 4 ഗോത്രങ്ങളാണ്. മുണ്ട, കടിയ, സന്താളി, ഉറാവു 4 ഗോത്രങ്ങളാണ്. ഇതിൽ മുണ്ട ആദിവാസികളുടെ ഇടയിലാണ് ഞങ്ങള് വേല ചെയ്യുന്നത്. ഇവിടെ കടന്നു വന്നതായ സമയങ്ങളിൽ ഇവിടെ ഓരോ മുക്കിന് ഇവിടെ ഹടിയ എന്ന് പറയുന്നതായ മദ്യം വിൽക്കുന്ന സ്ഥലമാണ്. മദ്യം വിൽക്കും. ആ മദ്യം വിൽക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീയും പുരുഷനും കുടിക്കും, 2 പേരും കുടിക്കും. ഒരു വീട്ടില് 2 പേരും കുടിക്കും. എന്നിട്ട് വീടിലെ വളരെയധികം ആ വീടിന്റെ സാഹചര്യങ്ങൾ, ആ വീട്ടിലെ സാഹചര്യങ്ങൾ വളരെയധികം ശോചനീയമായ നിലയാണ്. കുഞ്ഞുങ്ങളുടെയൊക്കെ സ്ഥിതി, അതുപോലെ സ്കൂളിലൊക്കെ പഠിക്കുവാൻ പോലും കുഞ്ഞുങ്ങൾക്ക് പോകാൻ പറ്റാത്തതായ ആ അവസ്ഥയാണ്. കൂടുതൽ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസമേ ഇല്ല. അങ്ങനെയുള്ളതായ ഒരു സ്ഥലമാണ് ഈ കൂട്ടി. അങ്ങനെ ഇവിടെ ഞങ്ങൾ ഈ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് ഞങ്ങൾ അനികട എന്ന് പറയുന്നതായ ആ സ്ഥലത്ത് ഞങ്ങൾ ആരാധന നടത്തി. അതുപോലെ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഹരികപ്പ എന്ന് പറയുന്നതായ ഗ്രാമത്തിൽ ഞങ്ങൾ കടന്നുപോയി. അവിടെ കൊച്ചു കുടിലാണ്. ആദിവാസികൾ എല്ലാവരും ഒന്നിച്ചാണ് താമസിക്കുന്നത്. അതിനുശേഷം അവരുടെ കൃഷി സ്ഥലങ്ങളാണ് ബാക്കിയുള്ളതെല്ലാം. ആദിവാസികൾ ഒരു കൂട്ടമായിട്ടാണ് അവർ താമസിക്കുന്നത്. കൊച്ചു കുടില്, ആ ഒരു കുടില് തല കുനിച്ച് വേണം അതിനകത്ത് കയറുവാനായിട്ട്. അതുപോലെ അതിനകത്ത് പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, എല്ലാം അതിനകത്ത് തന്നെയാണ്. ആ ഒരു ഭവനത്തിൽ ഞങ്ങള് താമസിച്ചുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും, അവിടെ വർക്ക് ചെയ്യും. ആരാധന അതുപോലെ കൂട്ടായ്മകളൊക്കെ വയ്ക്കും. അനേക പ്രിയപ്പെട്ടവര് അവിടെ നിന്ന് ദൈവസന്നിധിയിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അനേക പ്രിയപ്പെട്ടവര്
സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. പല രോഗികളെയും കർത്താവ് സൗഖ്യമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ സഭ വളർന്നു. സഭയില് ആ റൂമിൽ ഇരിക്കുവാൻ പോലും ഇടയില്ലാത്ത വണ്ണം റൂം നിറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾക്ക് നേരെ ചില പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചത് മൂലം ഞങ്ങളെ തെറ്റായ രീതിയിൽ ഞങ്ങൾക്ക് നേരെ ചില പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചത് മൂലം ഞങ്ങൾക്ക് അവിടെ നിന്നും ഞങ്ങൾക്ക് പോരേണ്ടി വന്നു. എന്നാലും ഞങ്ങൾ അവിടുത്തെ ഒരു വിശ്വാസികളെയും കൊണ്ടല്ല ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ തനിയെ അവിടെ നിന്ന് വളരെ ഭാരത്തോടുകൂടെ ഞങ്ങൾ ഇറങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾ ഡുമർദക എന്ന് പറയുന്നതായ സ്ഥലത്ത് ഒരു പശുത്തൊഴുത്ത്, അത് 20 വാടക കൊടുത്ത് ഞങ്ങൾ ആ പശുത്തൊഴുത്ത് വാങ്ങിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു നീണ്ട മുറിയാണ് എന്ന് പറയുന്നതായ ഒരു ആദിവാസി ഭായിയുടെ വീടായിരുന്നു. ആ വീട്ടിലെ പശുത്തൊഴുത്തായിരുന്നു. അപ്പൊ ആ വീട്ടില് ഞങ്ങള് അവിടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഗ്രാമവാസികളൊക്കെ കടന്ന് വാഹനങ്ങളൊന്നും ഇല്ല. എപ്പോഴും തിരിച്ചു വരുന്നത്. പക്ഷെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് തിരിച്ചു വരുവാൻ വാഹനമൊന്നും ഇല്ലാതെ ഞങ്ങൾ മാവിലോ മരത്തിന്റെ ചോട്ടിലൊക്കെ ഇരുന്ന് ഭക്ഷണം അവിടുത്തെ ഞങ്ങള് വരുന്നതായ ഏതെങ്കിലും ലോറി അല്ലെങ്കിൽ വാന് അതുപോലുള്ള വണ്ടികളില് കയറും. അച്ഛൻ കയറും, വന്നിട്ട് ഞങ്ങള് വലിച്ചു കയറ്റും. അങ്ങനെ ആ ലോറിയിലൊക്കെ കയറിയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ആ സംഘഭായിയുടെ ഭവനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അനേക പ്രിയപ്പെട്ടവര് അവിടെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. മംഗൽദേവ് മുണ്ട എന്ന് പറയുന്നതായ ഒരു സഹോദരൻ വളരെ ഭ്രാന്തനായി ഇങ്ങനെ വസ്ത്രം പോലും ഉടുക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായ ഒരു സഹോദരനായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ പുറകെ കൂടെ കരഞ്ഞ് നിലവിളിച്ചാണ് ആ മകന്റെ പുറകെ എപ്പോഴും നടക്കുന്നത്, മകനെ വിടാതെ. അങ്ങനെ ആ സഹോദരൻ കടന്നു വന്ന് സൗഖ്യമാകും. ദൈവം അവനെ സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ മകൻ സൗഖ്യമായതിനെ തുടർന്ന് ഗ്രാമത്തിലെ അനേക പ്രിയപ്പെട്ടവർ അവിടെ ആരാധനയ്ക്കായി കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഗ്രാമവാസികളുടെ എതിർപ്പ് മൂലം വളരെ പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെ അവര് ഓരോരുത്തരായി അവര് പിൻവാങ്ങി. അവര് പിന്നെ വന്നില്ല. അവിടെ ആ സംഘഭായി ഞങ്ങൾക്ക് പിന്നെ ആ റൂം തന്നില്ല. ഞങ്ങൾ പിന്നെ അവിടെ നിന്നും പിലോൾ എന്ന ഒരു ഗ്രാമത്തില് അവിടെ ഞങ്ങൾ വേലയ്ക്കായിട്ട് കടന്നുപോയി. എന്നാൽ അവിടെയും വേല വിജയിച്ചില്ല. അതിനുശേഷമായിട്ട് ഞങ്ങള് ഭവനത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൽ തന്നെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലൂടെ ആണ് കഴിഞ്ഞു പോയത്. ഞങ്ങളുടെ വിവാഹം നടക്കുന്നതിന് മുമ്പ് ദേവദാസന് GFIയിൽ നിന്നും 900 രൂപ സപ്പോർട്ട് കൊടുക്കുമായിരുന്നു. എന്നാൽ GFIയിൽ ആരാധന തുടങ്ങിയ ശേഷമായി അവിടെ സപ്പോർട്ടൊക്കെ ബന്ദ് ചെയ്തു. അന്ന് മുതൽ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ വിശ്വാസത്തോടെയാണ് വേല ചെയ്യുന്നത്. ഒരു സപ്പോർട്ടും ഇല്ല, ആരും അറിയാനില്ല. ഒരു ഗ്രാമത്തില് ആരാലും അറിയപ്പെടാതെ ജീവിച്ചു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിലായിരുന്നു. നാളത്തേക്ക് ഒന്നുമില്ല വീട്ടില്. അങ്ങനെയുള്ളതായ ആ അവസ്ഥയില് ഞങ്ങൾ സന്ധ്യയായപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ആ സഹോദരൻ ഒരു ചാക്ക് നിറയെ സാധനങ്ങളുമായിട്ടാണ് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നത്. ആ സഹോദരൻ വന്ന് ഞങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ തന്നതിന് ശേഷമായി അദ്ദേഹം കടന്നുപോയി. ഞങ്ങൾ ചാക്ക് തുറന്നു നോക്കിയപ്പോൾ ഒരു കുഞ്ഞുങ്ങൾക്കുള്ള ബിസ്ക്കറ്റ് മുതൽ ഒരു വീട്ടില് അത്യാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് ദൈവം ആ സഹോദരൻ മൂലം ഞങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചു തരുവാനായിട്ട് ഇടയായി തീർന്നു. തന്റെ ഭക്തന്മാരുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം ആ സമയങ്ങളിലെല്ലാം ഞങ്ങളെ അതിശയകരമായി വഴി നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഒരിക്കലും ആരോടും ഒരു ആവശ്യം പറയരുത്, ആരും അറിയരുത് എന്റെ കർത്താവ് സമ്പന്നനാണ്. ആ ഒരു വാക്ക് എപ്പോഴും എനിക്ക് ടെൻഷൻ ഇങ്ങനെ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാനായിട്ട് താല്പര്യമില്ല, പൈസയുടെ ഒക്കെ കാര്യം ഓർത്ത്. പക്ഷെ ദൈവം അതത് സമയങ്ങളിൽ ഞങ്ങളെ നടത്തി.
കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കുഞ്ഞുങ്ങള് മൂന്നാമത്തെ കുഞ്ഞ് 2001 ജനിച്ചു. ആ സമയത്ത് ഞാൻ വളരെയധികം ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെട്ടു. ബ്ലീഡിങ് ഭയങ്കരമായ രീതിയിലുണ്ടായി. എന്നാൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം ആ മരണത്തിൽ നിന്നെല്ലാം കർത്താവ് എന്നെ വിടുവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തോടു കൂടെ ഇവിടെ വേല ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഗോസ്പൽ പാക്കറ്റുകളും ചിത്രകഥ, മോശയുടെയും ഏലിയാവിന്റെ ഒക്കെ ചിത്രകഥകള് അതുപോലെയുള്ളതൊക്കെ കൊണ്ടുപോയി ബജാറിലൊക്കെ കൊണ്ടുപോയി വിൽക്കും. അതുകൊണ്ട് അത് വിറ്റ് ആ കിട്ടുന്ന വരുമാനം കൊണ്ട് ഞങ്ങള് ഭക്ഷണ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു പോന്നു. അന്നുള്ള ആഹാരം ദൈവം നൽകി തന്ന് ഞങ്ങളെ ജയോത്സവമായി ഈ കൂട്ടി എന്ന പ്രദേശത്ത് നിലനിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ രീതിയിൽ ദൈവം ഞങ്ങളെ നിലനിർത്തി. അതുപോലെ കുഞ്ഞുങ്ങള് വിദ്യാഭ്യാസം അവരെ സ്കൂളിൽ ചേർക്കുന്നതായ സമയത്ത് അവരെ പല ആൾക്കാരോടും ഞാൻ ചോദിച്ചു, എവിടെയെങ്കിലും ചെറിയ സ്കൂള് കുറഞ്ഞ ഫീസിൽ എവിടെയെങ്കിലും ഞങ്ങൾക്ക് കുഞ്ഞിനെ ചേർക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയുവാനായിട്ട് പല ഇടങ്ങളിലും ഞങ്ങൾ ചോദിച്ചു. എന്നാല് ഒരു സ്കൂള് തുടങ്ങി ആ സ്കൂളിനെ ഒരു സഹോദരി പരിചയപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ ആ സ്കൂളിൽ പോയി ചോദിച്ചു. ഞങ്ങളുടെ കുഞ്ഞ് അവരാണ് ആദ്യത്തെ ബാച്ച്. അപ്പോൾ ആ സ്കൂളിൽ ഞങ്ങൾ മൂത്ത മോളെ ചേർത്തു, അതിനുശേഷം രണ്ടാമത്തെ മോളെ ചേർത്തു. എന്നാൽ അവിടെയും ഒരു പ്രാവശ്യം പോലും ആ അധ്യാപകർ ഒരിക്കലും ഞങ്ങളോട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫീസ് ചോദിച്ചിട്ടില്ല. മറ്റു കുഞ്ഞുങ്ങളുടെയൊക്കെ ഫീസ് കൊടുക്കുന്നതായ സമയത്ത് ഭവനത്തിൽ വന്ന് പറയും, സാറ് ഫീസ് ചോദിച്ചവരോട്. പക്ഷെ ഞങ്ങൾ ചെന്ന് സാറിനോട് പറയും, സാറേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ തരാനില്ല, പൈസ വന്നാൽ ഉടനെ തരാം. പക്ഷെ പൈസ ഞങ്ങൾക്ക് അയച്ചു തരുവാൻ ആരുമില്ല, പക്ഷെ ദൈവം തരും. ആ സമയത്ത് ഞങ്ങൾ കൊടുക്കും. അപ്പോ അവിടെ ചെന്ന് ഞങ്ങൾ പറയുമ്പോ സാറ് പറയും, നീ ഒരിക്കലും പൈസ ചോദിച്ചിട്ടില്ല, അതിനാണ് അറിയാവുന്നത്. നിങ്ങളുടെ ഇങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല അവിടെ CBSE സ്കൂളാണ് ആദ്യത്തെ ബാച്ചായിട്ട് അവരെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിലാണെങ്കിലും ഞങ്ങളുടെ വീടിന്റെ ഉടമസ്ഥര് ഒരിക്കലും ഞങ്ങളോട് വാടക ചോദിച്ചിട്ടില്ല. വാടക 3-4 മാസമൊക്കെ ആകുമ്പോഴും ഞങ്ങൾ ചെന്ന് പറയും, ദീദി ഞങ്ങള് വാടക അല്പം കൂടെ താമസിക്കും എന്ന് പറയും. പക്ഷെ അവര് പറയും, ഞങ്ങൾ ഒരിക്കലും ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട, എന്തിനാ പാസ്റ്റർ സാബ് അങ്ങനെയൊക്കെ വിഷമിക്കുന്നത് എന്ന് പറയും. അങ്ങനെ ഞങ്ങൾക്ക് ആ രീതിയിലൊക്കെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരിക്കല് ഞങ്ങള് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കിടക്കയൊന്നും അങ്ങനെ ഇല്ല. കൂടുതലും തുണികളൊക്കെ വിരിച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ തണുപ്പ് സമയത്ത് വളരെ ബുദ്ധിമുട്ടുവാനായിട്ട് ഇടയായി തീർന്നു. ഒരിക്കല് ഒരു സഹോദരി സന്ധ്യാസമയത്ത് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു. മഴയുള്ളതായ ഒരു സമയമാണ്. ആ നനഞ്ഞ് കുതിർന്ന് ആ സഹോദരി ഞങ്ങളുടെ ഭവനത്തിൽ വന്നപ്പോ ഒരു കൈക്കുഞ്ഞ് അവരുടെ സാരിയിൽ പൊതിഞ്ഞു പിടിച്ചിട്ടാണ് വന്നത്. ആ സഹോദരി വന്നപ്പോൾ വന്ന് ഗ്രില്ലിൽ ഇങ്ങനെ കൊട്ടിയപ്പോൾ ഞാൻ ചെന്ന് എന്ത് പറ്റിയ ചോദിച്ചപ്പോൾ, ദീദി എനിക്ക് ഇവിടെ 2 ദിവസം താമസിക്കാനായിട്ട് ഇടം തരുമോ, എന്റെ ഭർത്താവ് എന്റെ കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് ഓടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു കയറി വാ. അതിനുശേഷം അവര് വന്നപ്പോൾ ഞാൻ അവർക്ക് സാരി കൊടുത്തു മാറാനായിട്ട്. അവര് തുണി മാറി കുഞ്ഞിനെ വേറെ തുണിയിൽ പൊതിഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു, എന്തിനാണ് കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഓടിക്കുന്നത്? അപ്പം പറഞ്ഞു, കുഞ്ഞ് ജനിച്ചപ്പോഴേ ഒരു വിരൂപമായ ഒരു രീതിയിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, കുഞ്ഞിനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഞ്ഞിനെ നോക്കി. കുഞ്ഞ് വളരെയധികം വ്യത്യസ്തമായ ഒരു രീതിയിലായിരുന്നു. കുഞ്ഞ് തലയൊക്കെ വലുതായിരുന്നു, കണ്ണൊക്കെ ഒരു തുറിച്ചതുപോലെയുള്ള ഒരു രീതിയിൽ. പക്ഷെ ആ കുഞ്ഞിനെ കുഞ്ഞ് പാല് കുടിച്ചിട്ട് അതിന് വയറ് നിറഞ്ഞിട്ട് കുറെ ദിവസങ്ങളായി. എന്നോട് പറഞ്ഞു, പാല് കുടിച്ചിട്ട് കുഞ്ഞിന് വയറ് നിറയുന്നില്ല ദീദി. അപ്പോ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു പാല് കുപ്പിയും ഒരു പാൽപ്പൊടിയും വാങ്ങിച്ചു കൊടുക്കണമെന്ന് വളരെ
അധികം ആഗ്രഹമുണ്ട്. ഞങ്ങൾ പൈസ ഇവിടെയൊക്കെ തപ്പി, പക്ഷെ അത് വാങ്ങിക്കുവാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ല. ആ സമയത്ത് ഒരു ദൈവദാസൻ ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ ദൈവദാസൻ ആ പാൽക്കുപ്പിയും പാൽപ്പൊടിയും വാങ്ങിക്കുവാനുള്ള പൈസ ഞങ്ങൾക്ക് തന്നു. ഞാനും അച്ഛനും വേഗം പോയി പാൽപ്പൊടിയും പാൽക്കുപ്പിയും മേടിച്ചു കൊണ്ടുവന്നിട്ട് ആ കുഞ്ഞിന് പാല് കൊടുത്ത് ആ കുഞ്ഞ് വയറ് നിറച്ച്, അതിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വയറ് നിറയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ സഹോദരി 3-4 ദിവസം ഞങ്ങളുടെ കൂടെ താമസിച്ചു. അതിനുശേഷമായിട്ട് അവള് ഭവനത്തിലേക്ക് പോകുവാനായിട്ട് ഇറങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞു, ദീദി, എനിക്ക് നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് എനിക്ക് ഒന്നും തരാനില്ല. പക്ഷെ അവൾക്ക് എൻ്റെ സാഹചര്യങ്ങളെല്ലാം മൊത്തം അവൾ കണ്ടതാണ്. ആ സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ ദീദി ഞാനത് തുന്നി തയ്ച്ച് കുഞ്ഞുങ്ങളെ കടത്താനുള്ള ലെതറ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളുടെ പഴയ സാരിയൊക്കെ കൊടുത്തു. അവൾ എനിക്ക് ലെതറ എന്ന് പറയുന്നതായ ഒരു ചെറിയ മെത്ത പോലെ ഇരിക്കും, അത് തുന്നി തയ്ച്ച് തരുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തണുപ്പിന് വസ്ത്രങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ കൊതുകുവല കെട്ടി ആ കൊതുകുവലയുടെ മുകളിൽ സാരി വിരിച്ച് അതിനകത്താണ് ഞാൻ കുഞ്ഞുങ്ങളെ കിടത്തുന്നത്, തണുപ്പടിക്കാതിരിക്കാനായിട്ട്. അതുപോലെ ഒരു ദിവസം മലേറിയ പിടിപെട്ട് ഞാനും അച്ഛനും ഇവിടെ വളരെ സീരിയസ് അവസ്ഥയിൽ കിടക്കുന്നതായ സഹോദരി വരുവാനായിട്ട് ഇടയായി. സിസ്റ്റർ പനിയാൽ ഭാരപ്പെട്ടു. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞ സിസ്റ്റർ, ഒരു മിനിറ്റ്, ഒന്ന് ബ്രേക്ക് ആയി പോയി. മലേറിയ പിടിച്ചു കിടന്നപ്പോ ഞാനും അച്ഛനും ഞങ്ങൾ ഇവിടെ മലേറിയയാൽ ഭാരപ്പെട്ട് ഞങ്ങളിവിടെ കിടക്കുന്നതായ സമയത്ത് ഒരു സഹോദരനും സഹോദരിയും ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അവര് വന്നതായ സമയത്ത് അവര് ഞങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു. അതുപോലെ ഞങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോയി കഴുകി. അതുപോലെ ഞങ്ങളെ വളരെ ശുശ്രൂഷിച്ചു. അതിനുശേഷം ആ സഹോദരനും ഭാര്യയും ഭർത്താവ് അവർ രണ്ടുപേരുടെ ഒരു ഭവനത്തിൽ കടന്നുപോയി. അവര് പ്ലാസ്റ്റിക് ചാക്ക് തുന്നി തയ്ച്ച് അതിനകത്ത് വൈക്കോല് കയറ്റി ഞങ്ങൾക്കൊരു മെത്ത ഉണ്ടാക്കി തരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ വൈക്കോലിന്റെ മെത്തയിലാണ് പിന്നെ വളരെ സന്തോഷം തോന്നി. കാരണം കുഞ്ഞുങ്ങളെ ഒന്ന് തണുപ്പ് സമയത്തൊന്ന് സംരക്ഷിക്കണം, അത് മാത്രമായിരുന്നു. അങ്ങനെ ആ വൈക്കോലിന്റെ മെത്ത ഞങ്ങള് വളരെ നാളുകൾ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ദൈവം ഞങ്ങളെ അനുഗ്രഹത്തോടെ വഴി നടത്തി. അതിനുശേഷമായിട്ട് ഞങ്ങൾ ഈ ഭവനത്തിൽ തന്നെ ആരാധന ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. 2002 ഞാൻ നാട്ടില് കടന്നുപോയതായ സമയത്ത് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് മണല് വിരിച്ചതാണ്. പക്ഷെ ആ മുറ്റത്തൊരു ഇല പോലും ഇല്ല. പക്ഷെ അവിടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നതായ സമയത്ത് ഞാൻ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി, കുഞ്ഞുങ്ങൾ എന്റെ പുറകെ വരുന്നുണ്ടോ ഇല്ലയെന്ന്. പക്ഷെ ഞാൻ ചെന്ന് കാല് വെച്ചത് ഒരു പാമ്പിന്റെ മുകളിലായിരുന്നു. ആ പാമ്പ് എന്റെ കാലിൽ ചുറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു. എനിക്ക് മനസ്സിലായില്ല അത് പാമ്പാണെന്ന്. പക്ഷെ ഞാൻ കാല് കുടഞ്ഞപ്പോൾ ആ പാമ്പ് എന്നെ ഒന്നുകൂടെ വരിഞ്ഞു മുറുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ വളരെ നേരം ആ പാമ്പുമായിട്ട് ഞാൻ കുടഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ആ പാമ്പ് ഞാൻ കുടയുന്നതനുസരിച്ച് വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അവസാനം ആ പാമ്പ് എന്നെ കടിച്ചിട്ട് അത് അഴിഞ്ഞ് ഇറങ്ങി പോകാനായിട്ട് ഇടയായിട്ട് ആ പാമ്പ് പോകുന്നതെല്ലാം ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഓടി എൻ്റെ മദറിൻലോയോട് പറഞ്ഞു എന്നെ പാമ്പ് കടിച്ചെന്ന് പറയാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ശബ്ദം കേട്ട് റോഡ് സൈഡിലാണ് വീട്, അതുകൊണ്ട് പ്രിയപ്പെട്ട് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു. എന്നെ ആ സമയത്ത് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായിരുന്നു. എന്നാല് മെഡിക്കൽ കോളേജില് 3 ദിവസം എന്നെ അഡ്മിറ്റ് ആക്കി. എന്നാല് ദൈവം ആ സമയത്തും അത്ഭുതകരമായ വിടുതല് എന്റെ ജീവിതത്തിൽ തരുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം 2004 ദൈവദാസൻ മഞ്ഞപ്പിത്തം ബാധിച്ച് വളരെയധികം സീരിയസ് അവസ്ഥയിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു.
അബോധാവസ്ഥയിലേക്ക് മഞ്ഞപ്പിത്തവും മലേറിയയും ബാധിച്ചു. അങ്ങനെ ഈ വീടിന് മുറ്റത്തിരുന്ന് വൊമിറ്റ് ചെയ്യുന്നതായ സമയത്ത് ഒരു സഹോദരി കടന്നു വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ദേവദാസിന് പാസ്റ്ററിന് മലേറിയ ആണെന്നാ തോന്നുന്നത്, നീ കൊണ്ടുപോയി ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. 100 രൂപ എന്റെ കയ്യിൽ തരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ അച്ഛനെയും കൊണ്ട് പോയി. അവിടെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ മഞ്ഞപ്പിത്തവും മലേറിയയുമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അതിന് ശേഷമായി ഞങ്ങൾ ഭവനത്തിൽ കടന്നു വന്നു. വളരെ സീരിയസ് അവസ്ഥയിലൂടെ കടന്നുപോയി. അബോധാവസ്ഥയിലേക്ക് പോകുന്നതായ ആ ഒരു കണ്ടീഷനിലെത്തി. ഇവിടെയുള്ള ദൈവദാസന്മാര് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. അതിനുശേഷമായിട്ട് മഞ്ഞപ്പിത്തം, ആദ്യം മലേറിയയ്ക്ക് വേണ്ടി ചികിത്സിച്ചു. അതിനുശേഷമായി മഞ്ഞപ്പിത്തം വളരെ കൂടിപ്പോയിരുന്നു. എന്നാൽ റാഞ്ചിയിൽ നിന്നും ഒരു ദേവദാസനും കുടുംബവും വന്നിട്ട് ഞങ്ങളെ റാഞ്ചിക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ചികിത്സിച്ചു. ദൈവ അത്ഭുതകരമായി ആ മഞ്ഞപ്പിത്തത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഒരു 26 ഇഞ്ചിന്റെ ഒരു സൈക്കിളായിരുന്നു. അത് നല്ല ഉയരമാണ്. ആ സൈക്കിളിലായിരുന്നു ഞങ്ങള് ഇവിടെ അടുത്തൊക്കെ പോകുന്നത് ഒക്കെ. ആ സൈക്കിളിലാണ് ദേവദാസൻ 2 സഞ്ചിയില് ട്രാക്ട് ഒക്കെ ആയിട്ട് ബജാറിലൊക്കെ കടന്നു പോകുന്നത്. എന്നാൽ ആ സൈക്കിളിൽ നിന്ന് ഞങ്ങൾ പലപ്പോഴും വീണിട്ടുണ്ട്. കാരണം ദേവദാസന് അന്ന് ആ സൈക്കിളിൽ ഞങ്ങളെ കൂടെ വഹിച്ചുകൊണ്ട് പോകാനുള്ള ആരോഗ്യം ഇല്ലായിരുന്നു. പലപ്പോഴും ഞങ്ങൾ കുടുംബമായിട്ട് ആ സൈക്കിളിൽ നിന്ന് വീണിട്ടുണ്ട്. എന്നാല് 2005 ഒരു സഹോദരൻ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ദേവദാസൻ ഇവിടെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, ദേവദാസൻ വരുമ്പം അങ്ങോട്ടൊന്ന് വരണമെന്ന് പറയണം, എന്റെ വീട്ടിലോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒന്നും ഫോണില്ല, എല്ലാവർക്കും ഒന്നും ഫോണില്ല. അപ്പോൾ ഞാൻ ഓർത്ത് നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഫോൺ വന്ന് കാണുമോ, ആർക്കെങ്കിലും മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടായി കാണുമോ, എന്തെങ്കിലും മേലാഴികയായോ, ആരെങ്കിലും മരിച്ചോ, അങ്ങനെയൊക്കെ എന്റെ ചിന്ത അങ്ങ് പതറിപ്പോയി. വളരെ ചിന്തിക്കാൻ ഇടയെത്തുന്നു. എന്നാൽ ദേവദാസൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വേഗം അവരുടെ വീട്ടിലോട്ട് ചെല്ല്, എന്തോ പറയാൻ വന്നതാ, പക്ഷെ എന്നോട് പറയത്തില്ല അവര് എന്ന് പറഞ്ഞു. ദേവദാസൻ ചെന്നതായ സമയത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് മിഠായി വാങ്ങിച്ചു തരണം, നിങ്ങൾക്ക് വണ്ടി കിട്ടാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ബൈക്ക് വാങ്ങിച്ചു തരും ഒരു ദേവദാസൻ എന്ന് പറഞ്ഞു. അപ്പൊ ആ ദേവദാസനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചു. ആ ദേവദാസനോട് ചോദിച്ചു, ഞാൻ ഏത് വണ്ടിയാണ് എടുക്കേണ്ടത്. ഞങ്ങളും പലപ്പോഴും ഒരു ബൈക്കിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പൈസ പോലും ഇല്ല ബൈക്ക് വാങ്ങിക്കാൻ. പക്ഷെ ദൈവം തരുമെന്നുള്ളതായ ഒരു പൂർണ്ണമായ വിശ്വാസമുണ്ട്. അങ്ങനെ വിളിച്ചു ചോദിച്ചപ്പം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കടന്നുപോയി ഒരു ബൈക്ക് എടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നീട് അതിലാണ് ഞങ്ങള് വേലയ്ക്ക് വേണ്ടിയൊക്കെ കടന്നുപോയത്. അങ്ങനെ ഇവിടെ ഈ മുണ്ട ആദിവാസികളുടെ ഇടയിൽ ഞങ്ങൾക്ക് വേല ചെയ്യുവാനായിട്ട് ദൈവം വഴികൾ ഒരുക്കി. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ജാർഖണ്ഡ് ഉണ്ടായത് 2000-ലാണ്. 2000 നവംബർ 15-നാണ് ഈ ജാർഖണ്ഡ് 2000-ലാണ് ഈ ജാർഖണ്ഡ് ഉടലെടുത്തത്. അതുപോലെ ഈ കൂട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസ്ട്രിക്റ്റ് ആണ്. അന്നൊരു ഗ്രാമപ്രദേശമായിരുന്നു. അധികം വീടുകളൊന്നുമില്ല, ഇരുണ്ട് കിടക്കുന്ന ഒരു വനപ്രദേശമായിരുന്നു ഇത്. ഇവിടെ കടന്നു വന്ന എന്നാല് ജീവിതത്തില് അതിന് മുമ്പ് ഞാൻ ആഗ്രഹിച്ചതും ഞാൻ പ്രാർത്ഥിച്ചതും അങ്ങനെയൊക്കെ ഉള്ളതായ സ്ഥലത്തേക്കാണ് ദൈവം എന്നെ കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാലും ജീവിതത്തില് ഒരുപാട് കഷ്ടതകള്, പ്രയാസങ്ങള്, അതുപോലെ നിന്ദകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. അപ്പോഴൊക്കെ പതറിയില്ല. കാരണം ദൈവത്തോട് ചോദിച്ച് മേടിച്ചതാണ്. ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ കടന്നു വന്നത്. എപ്പോഴും അച്ഛൻ പറയും, പിറുപിറുക്കരുത്, ഒരിക്കലും ദൈവസന്നിധിയിൽ പിറുപിറുക്കരുത്. അപ്പോൾ വളരെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ കടന്നു വന്നതിന് ശേഷമായിട്ട്
വളരെ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഓടിച്ചു കളയണം, അത് അങ്ങനെ ഒരു ചിലര് എഴുന്നേറ്റു. അങ്ങനെ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴും ഞങ്ങളെ വളരെ നിന്ദിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതായ സമയമുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ദേവദാസൻ എവിടെയെങ്കിലും പോകാൻ ഞാൻ കാത്തിരിക്കും, പ്രാക്ടിയുമായിട്ട് കടന്നു പോകാനായിട്ട് കാത്തിരിക്കും. കാരണം ദൈവസ്ഥിതിയിൽ ഒന്ന് കവണ്ണം ആ സമയത്ത് പറയണം എനിക്ക് ദൈവസന്നിധിയിലെല്ലാം. ദേവദാസനോട് പറഞ്ഞാല് ഇതെല്ലാം മാറും, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ദൈവസന്നിധിയാണ്. ഞാൻ ദേവദാസൻ പോയാൽ ഉടനെ കുഞ്ഞുങ്ങളുമായി മുറിക്കുള്ളിൽ കയറും, കഥയിന് കുറ്റിയിടും, ഞാൻ ദൈവസന്നിധിയിൽ വീഴും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്ക് എനിക്ക് ദൈവം മാറും. അന്നൊക്കെ എന്നെ ദൈവമാണ് ഞങ്ങളെ ഇവിടെ നിർത്തിയത്, ദൈവമാണ് ഞങ്ങളെ ഇവിടെ വഴി നടത്തിയത്. സാധാരണ നമ്മളൊരു സാധാരണക്കാർക്കാണ് ജീവിക്കാൻ പറ്റാത്തതായ ഒരു സാഹചര്യത്തിലൂടെയാണ് അന്ന് കടന്നു പോയത്. അങ്ങനെ ഇരിക്കെ 2011 ഞങ്ങളുടെ മാതാപിതാക്കൾ, രണ്ടുപേരുടെയും മാതാപിതാക്കൾ ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ മാതാപിതാക്കൾ ഇവിടെ കടന്നു വന്നതായ സമയത്ത് ഞങ്ങളുടെ ഭവനത്തിൽ ഒന്നുമില്ല. മാതാപിതാക്കൾ ഇവിടെ വന്നു. അവർക്ക് വിഷമമൊന്നും തോന്നിയില്ല, സങ്കടമൊന്നും തോന്നിയില്ല. കാരണം ദൈവവേലയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ മക്കൾ വന്നത്. രണ്ട് മാതാപിതാക്കളും ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് നിലവിളിക്കുന്ന മാതാപിതാക്കളായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് എന്റെ മാതാവ് എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും കേരളത്തിലേക്ക് തിരിച്ചു വരരുത്, നിന്നെ വിട്ടിരിക്കുന്നത് ഈ ജാർഖണ്ഡിന് വേണ്ടിയിട്ടാണ്, നിങ്ങളെ വിട്ടിരിക്കുന്ന ജാർഖണ്ഡിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ ജാർഖണ്ഡിൽ എത്ര കഷ്ടത സഹിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തിന് വേണ്ടി നിൽക്കണം, ദൈവത്തിന്റെ വേല ചെയ്യണം, ഇവിടുത്തെ മനുഷ്യരെ നിങ്ങൾ നേടണം, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇവിടേക്ക് വിട്ടിരിക്കുന്നത്. ഒരിക്കലും നിങ്ങള് തിരിച്ചു ദൈവവേല വിട്ട് തിരിച്ചു വരരുതെന്ന് പറയുവാനായിട്ടിടയായിരുന്നു. അങ്ങനെ അവരിവിടെ കടന്നു വന്ന് വളരെ സന്തോഷത്തോടു കൂടി അവരിവിടെ നിന്ന് കടന്നുപോയത്. അതിനുശേഷം 2014 എന്റെ പിതാവ് സ്ട്രോക്ക് വന്നു. വളരെ സീരിയസ് ആയ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ സമയത്ത് സംസാരിക്കത്തില്ല. അപ്പോൾ എന്റെ ചേച്ചി അനിയത്തിയൊക്കെ ചോദിക്കും, എന്നെ സാലമ്മയെ കാണണോ ഒന്ന് ചോദിക്കുമ്പോ കണ്ണുനീര് മാത്രം വരും. അപ്പൊ അവരെന്നെ വിളിച്ചു, നീ എത്രയും വേഗം വരണം, അച്ചാച്ചനെ വന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി വളരെ കരയുന്ന മാതാപിതാക്കൾ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി മാതൃകയോടെ നിൽക്കുന്ന നല്ല മാതാപിതാക്കളായിരുന്നു ഞങ്ങളുടെ. ആ പിതാവ് അങ്ങനെ അത്യാസന്ന നിലയിലായി. ഞാൻ ഇവിടെ നിന്ന് പിതാവിനെ കാണുവാനായിട്ട് നാട്ടിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ എന്തൊക്കെയോ എന്നോട് പറഞ്ഞു, ഒരുപാട് സംസാരിച്ചു. അതെന്താണെന്ന് എനിക്കറിയില്ല. അതിനുശേഷം പിന്നെ മിണ്ടിയിട്ടേ ഇല്ല, പിന്നെ കണ്ണു അടഞ്ഞു, പിന്നെ സംസാരം നിർത്തി. അതിനുശേഷം ഞങ്ങൾ ആ മെഡിക്കൽ കോളേജിൽ 3-4 ദിവസം കൂടി ഞങ്ങള് അവിടെ നിന്ന്. ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ പിതാവിന് രക്ഷയില്ല, ഭവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ആ സമയത്ത് എന്റെ പിതാവിന് ഡിസ്ചാർജ് ആകുന്ന അന്ന് രാവിലെ എന്റെ മാതാവിന് ദിക്കറിയാൻ മേലാത്ത ഒരവസ്ഥ വന്നു. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞ്, എത്ര ദിവസം കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലില്ല, എന്റെ വീട് മെഡിക്കൽ കോളേജിന് അടുത്താണ്, അവിടെ പോയി നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് എന്റെ മാതാവിനെയും കൊണ്ട് ഞാൻ എന്റെ ഭവനത്തിൽ വന്നു. അവിടെ കുളിച്ച് വൃത്തിയായി ഭക്ഷണം കഴിച്ചു. അതിനുശേഷമായി ഞങ്ങള് മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു പോയി. അവിടെ ചെന്നതിന് ശേഷമായിട്ട് എൻ്റെ ഒരു അപ്പാപ്പന്റെ ഭാര്യ പറഞ്ഞു, അമ്മാമ്മ പറഞ്ഞു, നമുക്ക് അമ്മച്ചിയെ ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വന്നെങ്കിൽ നമ്മൾ തിരിച്ചു വരണ്ടേ, ഒന്ന് കാണിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ അത്യാഹിത വാർഡിൽ കാണിക്കുവാനായിട്ട് കൊണ്ടുപോയി. ആ സമയത്ത് എൻ്റെ മാതാവിന് ECG എടുത്തപ്പോൾ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. അതിനുശേഷമായിട്ട് പിന്നെ കുറെ സമയം കൂടി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ECG എടുത്തു. അപ്പോഴും വേരിയേഷൻ ഉണ്ട്. ആ സമയത്ത് ഷിവറിങ് ഉണ്ടായി. എന്റെ ഇവിടെ അച്ഛനോട് ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കണം അമ്മച്ചിക്ക് വേണ്ടി, പനിയാണെന്നാ തോന്നുന്നത്, ഷിവറിങ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഡോക്ടർ
പരിശോധിച്ചപ്പോ പറഞ്ഞു അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്തോ ഇഞ്ചക്ഷൻ കുറിച്ചു കൊടുത്തു. സിസ്റ്റർ ഇഞ്ചക്ഷനുമായി വന്നു. ഇഞ്ചക്ഷൻ കൊടുക്കുന്നതായ സമയത്ത് ആ ഇഞ്ചക്ഷൻ കയറിയില്ല. പക്ഷെ എന്റെ മാതാവ് ഈ എന്നേക്കുമായി ഇവിടെ നിന്നും പോയി. എന്റെ കണ്ണിന് മുമ്പിൽ വെച്ച് മാതാവ് പോയി. എനിക്കത് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് താങ്ങാൻ പറ്റാത്തതായ ഒരു അവസ്ഥയായിരുന്നു അത്. എനിക്കത് കാണേണ്ടി വന്നത് എനിക്കൊരു ഭയങ്കരമായ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കി. അങ്ങനെ എന്റെ മാതാവിനെ ICUവിലേക്ക് കയറ്റി. തിരിച്ചു കൊണ്ടുവരുന്ന പിന്നെ എന്റെ മാതാവിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. വീർത്ത ബോഡിയാണ് പിന്നെ തിരിച്ചിങ്ങോട്ട് വരുന്നത്. അങ്ങനെ എന്റെ പിതാവിനെ ഒരു ആംബുലൻസിലും എന്റെ മാതാവിനെ ഒരു ആംബുലൻസിലുമായി ഞങ്ങൾ 2 ആംബുലൻസ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ചെല്ലുവാനായിട്ട് ഇടയെത്തിയിരുന്നു. അതിനുശേഷം എന്റെ മാതാവിന്റെ ബോഡി വെക്കുവാൻ പറ്റില്ല. പിറ്റേ ദിവസം തന്നെ അടക്കി. അതിനുശേഷം 2014 ഓഗസ്റ്റ് 2-നാണ് മാതാവ് കർത്താവിൽ നിദ്ര പ്രാപിച്ചത്. അതിനുശേഷം 16-ാം തീയതി എന്റെ പിതാവും ഈ ലോകത്തിൽ നിന്നു കടന്നുപോയി. അങ്ങനെ രണ്ടുപേരും വളരെ പ്രത്യാശയോടെ ജീവിച്ച ഞങ്ങളുടെ മാതാപിതാക്കളായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി വളരെ ഉപവസിക്കുകയും വളരെ പ്രാർത്ഥിക്കുകയും ചെയ്ത മാതാവും പിതാവുമായിരുന്നു. അവരുടെ ആ കണ്ണുനീരും പ്രാർത്ഥനയും ഇന്ന് ഞങ്ങളെ ഇവിടെ നിർത്തി. അതിനുശേഷമായിട്ട് എനിക്ക് വളരെ സൈലന്റ് ആയിപ്പോയി. ഞാൻ സംസാരിക്കാനൊക്കെ വളരെ കുറച്ച് സംസാരിക്കത്തുള്ളൂ. അങ്ങനെ ഒരു വളരെ ഒരു സൈലന്റ് ആയ രീതിയിലോട്ട് പോകാനായിട്ട് ആയിത്തീർന്നു. എന്റെ മാതാവായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. മാതാവ് എന്റെ സഹോദരിമാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൂട്ടുകൂടാൻ മറന്നുപോയ ഒരാളാണ്. എനിക്ക് അങ്ങനെ കൂട്ടുകാരൊന്നും ഒരുപാടില്ല. പക്ഷെ എന്റെ മാതാവ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അങ്ങനെ എന്റെ മാതാവ് പോയതിനു ശേഷമായിട്ട് എനിക്ക് വളരെ വിഷമം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് ആര് ഞങ്ങൾക്ക് വേണ്ടി ഇനി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും, ആരാണ് എനിക്ക് വേണ്ടി ഇനിയുള്ള, ആരോട് ഞാൻ ഇങ്ങനെ പറയുമെന്നൊക്കെ ഞാൻ വളരെ വിഷമിക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ആ കൊറോണ സമയമായപ്പോൾ അനേക ദൈവദാസിമാരെ, ദൈവമക്കളെ ദൈവം തരുവാനായിട്ട് ഇടയായിത്തീർന്നു. അനേക പ്രിയപ്പെട്ടവര് നമ്മളെ അറിയാത്ത അനേക പ്രിയപ്പെട്ടവര് നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനായിട്ട് നൽകി തരുവാൻ ഇടയായിത്തീർന്നു. ഒരു ദിവസം എന്റെ മോള് പനിയായിട്ട് ഇവിടെ കിടക്കുകയാണ്, ഒരു കട്ടിലിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു, ഞാനിങ്ങനെ വാഷ്റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്റെ മനസ്സിൽ ആരോ പറഞ്ഞു മോളെ വിളിക്കാൻ. ഞാനിങ്ങനെ തിരിച്ചു വന്നു, മോളെ വിളിച്ചെഴുന്നേപ്പിച്ചു. ഭക്ഷണം തന്നിട്ട് ഞാൻ പോകാം, ചോറ് തന്നിട്ട് ഞാൻ കുളിച്ചോളാം, വരാൻ പറഞ്ഞു. അങ്ങനെ അവളെ എഴുന്നേൽപ്പിച്ചു. ഞങ്ങൾ ആ കട്ടിലിനടുത്ത് നിന്ന് മാറുകയും ആ ചത്തി ഇടിഞ്ഞു വീഴുവാൻ ഇടയായിത്തീർന്നു. വാർക്ക ഇതൊരു പഴയ വീടാണ്, പക്ഷെ ആ വാർക്ക വീഴുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അത്ഭുതകരമായി കുഞ്ഞിനെ അവിടെ നിന്ന് വിടുവിക്കുവാനായി ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ ആ കരുതലുകള്, ആ സ്നേഹം എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഈ വീട്, ഇതിന്റെ ജനലിനകത്തൊക്കെ വളരെ കാറ്റ് കയറും, തടിയുടെ ജനലായിരുന്നു. അങ്ങനെ ഈ വീട് ഒരു വീടായിരുന്നു, ഒരു സൗകര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ 2020 ഈ വീട്, ഈ ഡോക്ടറും കുടുംബവും ആ വീട് ഒന്ന് പുതുക്കി പണിയുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ പണിത് ഞങ്ങൾക്ക് ഉള്ള ഫാന്, ലൈറ്റ് എല്ലാം അവര് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇട്ടു തന്നു. ഞങ്ങൾക്ക് ആരാധനയ്ക്കുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു. അങ്ങനെ ഈ ഭവനത്തിലാണ് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ദശിനി എന്ന് പറയുന്നതായ ഒരു സഹോദരിയുടെ ഗ്രാമം, പകുടു എന്ന് പറയുന്നതായ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ഒരു വളരെ മദ്യപാനിയായ ഒരു സഹോദരൻ ഉണ്ട്. ആ സഹോദരൻ, അവന്റെ ഭാര്യ ഇവിടെ ബൈബിൾ സ്റ്റഡി പ്രോഗ്രാം ഞങ്ങൾ നടത്തുമായിരുന്നു. അങ്ങനെ ബൈബിൾ സ്റ്റഡി പ്രോഗ്രാമിന് വേണ്ടി കടന്നു വന്ന് അവളുടെ ഹൃദയത്തിൽ വചനം ക്രിയ ചെയ്തു. അവള് സ്കൂളിൽ പോയിട്ടില്ല, ഭാര്യയും ഭർത്താവും സ്കൂളിൽ പോയിട്ടില്ല, എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല. ആ സഹോദരി തിരിച്ചു ചെന്ന് അവളുടെ സിന്ദൂരമെല്ലാം മായ്ച്ചു കളഞ്ഞതിന് ശേഷം അവളുടെ ഭർത്താവ്
മുടി നീട്ടി, വളരെ മുടിക്ക് നീളം ഉണ്ടായിരുന്നു, അതൊക്കെ അവള് മുറിച്ചു കളഞ്ഞു. മുടി മുറിച്ചതിന് ശേഷം പിറ്റേന്ന് ആ സഹോദരന്റെ മുഖത്തെല്ലാം വളരെ കുരുക്കളുണ്ടായി. ഞങ്ങൾ ഒരു ദിവസം പിറ്റേ ദിവസം നേരം വെളുത്തെഴുന്നേറ്റപ്പോ രണ്ടുപേരൂടെ വന്നിരിക്കും, മുഖമൊക്കെ മൂടി അവരിവിടെ വന്നു. അവരുടെ ദേവത അവരെ ശപിച്ചതാണ് എന്നുള്ള വിശ്വാസത്തിലാണ് അവരിവിടെ വരുന്നത്. അങ്ങനെ ഇവിടെ വന്നു ഞങ്ങൾ പ്രാർത്ഥിച്ച് എണ്ണ തേച്ചു. ദൈവം അത്ഭുതകരമായി ആ സഹോദരനെ സൗഖ്യമാക്കി. അതിനുശേഷം അവർക്ക് മക്കളില്ലായിരുന്നു. 5 വർഷമായിട്ട്, വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ട് മക്കളില്ല. ദൈവം അവർക്ക് 3 മക്കളെ, ഒരു പെണ്ണും 2 ആൺമക്കളെയും ദൈവം നൽകി കൊടുത്ത് ഇന്ന് നമ്മുടെ സഭയില് വളരെ ആക്റ്റീവായിട്ട് അവര് കടന്നു വരുന്നു. അതുപോലെ സരിത എന്ന് പറയുന്നതായ ഒരു സിസ്റ്റർ, അവര് ഒരു ദിവസം ഞങ്ങള് ട്രാക്റ്റ് ഒക്കെ കൊടുത്ത് പോകുന്നതായ സമയത്ത് ആ ഒരു വീടിന്റെ മുറ്റത്ത് ചെന്നപ്പോൾ കുറെ ആളുകൾ കൂടി നിൽക്കുന്നു. ആ സമയത്ത് ആ വീടിന്റെ മുറ്റത്തേക്ക് ഞങ്ങൾ കയറി ചെന്നപ്പോൾ ഒരു സഹോദരിയെ കിടത്തിയിരിക്കണം. വളരെ ശ്വാസം മുട്ടി പിടയുന്നതായ ഒരു സഹോദരിയാണ് ഞങ്ങൾ കാണുന്നത്. ചുറ്റിനും ആൾക്കാരൊക്കെ ഇരുന്ന് കൈയും കാലും ഒക്കെ തിരുമ്മി കൊടുക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ കടുകെണ്ണ അവരോട് വാങ്ങിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായി ആ സരിതയെ വിടിവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ആ സരിതയുടെ ഹസ്ബൻഡ് അറിയാതെയാണ് സരിത സ്നാനപ്പെട്ടത്. എന്നാല് ഹസ്ബൻഡ് അറിഞ്ഞപ്പോൾ വളരെയധികം കരയുവാനൊക്കെ ഇടയായി തീർന്നു. സരിത നഷ്ടപ്പെട്ടു പോയെന്നുള്ള നിലയിലാണ് കരയുന്നത്. പക്ഷെ ഇന്ന് ആ സഹോദരനും ഞങ്ങളുടെ സഭയിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദൈവം അനേകരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചു. അനേക പ്രിയപ്പെട്ടവരെ ഈ ദേശത്ത് നിന്ന് വിടിവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എനിക്ക് 2016 എന്റെ തൊണ്ടയില് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, തൊണ്ടയിൽ ഒരു മുഴ. അങ്ങനെ ആ തൊണ്ടയിലെ മുഴ വലുതായിക്കൊണ്ടിരുന്നു. വളരെ പ്രയാസം തോന്നി. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ റാഞ്ചി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. അതിൽ കുത്തിയെടുത്ത് പരിശോധിച്ചപ്പോൾ എത്രയും വേഗം നീ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കേരളത്തിൽ പോയി കാണിക്കാമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുവാനായി ഇടയായി തീർന്നു. പലരും എന്നോട് ചോദിച്ചു, ഭയമുണ്ടോ, ഓപ്പറേഷൻ ചെയ്യുന്നതിനെ കുറിച്ച് ഭയമുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ കേരളത്തിൽ എത്തി ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ദൈവം എനിക്ക് അത്ഭുത സൗഖ്യം തരുമെന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഭവനത്തിൽ ചെന്നു ഞങ്ങൾ ഉപവാസത്തോടെ ദൈവസന്നിധിയിലിരുന്നു. പിന്നീട് മെഡിക്കൽ കോളേജിൽ പോയി അത് കുത്തിയെടുത്ത് പരിശോധിച്ചു, ഒന്നും കണ്ടില്ല. പിന്നെ ഒന്നുകൂടി പരിശോധിച്ചു, അതിലും ഒന്നും തെളിഞ്ഞില്ല. മൂന്നാമത് ഡോക്ടർ എനിക്ക് സ്കാൻ ചെയ്യാൻ കുറിച്ച് തന്നു. അങ്ങനെ സ്കാനിങ് ചെയ്തു. അതിലൊന്നും കാണുവാനായിട്ട് ഇടയായിത്തീർന്നില്ല. ആ മുഴ ദൈവം അത്ഭുതകരമായി വിടുവിച്ച് ഇന്ന് നോർമലായ തൊണ്ട എനിക്ക് ദൈവം തരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു മുഴയും ഇല്ല, എല്ലാം ദൈവം അത്ഭുതകരമായ വിടുതല് ദൈവം നൽകി തരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കെ 2021 ഞങ്ങളുടെ മാതാപിതാക്കളും മദറിൻലോയും ഫാദറിൻലോയും ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. മദറിൻലോ 2021 നവംബറിലും ഫാദറിൻലോ 2022 ജനുവരിയിലുമായി ഈ ലോകത്തിൽ നിന്നും യാത്രയായി നിത്യതയിൽ ചേർക്കപ്പെട്ടു. അതിനുശേഷം 2023 എൻ്റെ ചെറിയ മോളെ ഹോസ്റ്റലിൽ ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് പോകാൻ നേരം ഞങ്ങൾ ഇവിടെ അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ഞങ്ങൾ ഞങ്ങൾ 5 പേരും കൈ കോർത്തിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് മോളെയും കൊണ്ട് ദേവദാസൻ ഇങ്ങനെ പോകുന്നതായ സമയത്ത് കുറെ പശുക്കള് ഒരു സൈഡ്, ഇവിടെയൊക്കെ പശുക്കളെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ. അങ്ങനെ ആ പശുക്കൾ ഇങ്ങനെ മെയിൻ റോഡിലൂടെ കയറി വന്നു. ആ സമയത്ത് ഇവര് സൈഡിൽ ചേർന്ന് പോകുമായിരുന്നു. ആ സമയത്ത് പശുക്കൾ തമ്മിൽ കുത്തുകൂടിയിട്ട് പശുക്കൾ തമ്മിൽ ചെതറി ഓടി ഇവരുടെ ബൈക്കിനിട്ട് വന്ന് തട്ടി ഇവർ രണ്ടുപേരും മെയിൻ റോഡിന്റെ നടുവിലേക്ക് വീഴുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാല് അച്ഛന്റെ കൈ ഒടിഞ്ഞു, കൈപ്പത്തി ഒടിഞ്ഞു. അതിനുശേഷം മോൾക്ക് സാരമായ പരിക്കുകൾ ഏറ്റു. അങ്ങനെ അവര് ആ നടു റോഡിൽ കിടക്കുന്നതായ സമയത്ത്
ഫോൺ വിളിച്ച് മോള് പറഞ്ഞു, ഞങ്ങളുടെ ആക്സിഡന്റ് ആയി അമ്മ എന്ന് പറഞ്ഞു. പപ്പായ്ക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഫോൺ ചെയ്തു. ആ സമയത്ത് ഒരു വലിയ വാഹനങ്ങളൊന്നും ആ റോഡിലൂടെ വന്നില്ല. 2 സഹോദരന്മാര് റാഞ്ചിയിൽ നിന്നും കൂട്ടിലേക്ക് വരികയായിരുന്നു. ആ സഹോദരന്മാര് ഇവരെ അവിടെ നിന്ന് എടുത്ത് അവരുടെ ബൈക്കിലാക്കി ഇവരെ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ വന്നതിന് ശേഷമായിട്ട് കൈയൊക്കെ ഇത് പ്ലാസ്റ്റർ ചെയ്തു. വളരെ രണ്ടുപേരും ഭയന്നു. എങ്കിലും ദൈവം അനർത്ഥം വ്യസനകാരണമായി തീരാതെ വണ്ണം ദൈവം പരിപാലിച്ചു. മരണത്തിൽ നിന്നുള്ള നെയ്ത്തുപോക്കുകളൊക്കെ കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. ദൈവം അവിടെയും അത്ഭുതകരമായി വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പലപ്പോഴും ഞങ്ങള് കുഞ്ഞുങ്ങളുടെ ഫീസൊക്കെ എങ്ങനെ കൊടുക്കുമെന്ന് ഫീസ് കൊടുക്കണം. രണ്ടാമത്തെ മോൾക്ക് BEd പഠിക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. എന്നാൽ ആ BEd എങ്ങനെ പഠിപ്പിക്കുമെന്ന് അറിയത്തില്ല. ഞാൻ വെറുതെ മോളോട് ചോദിക്കും, BEd തന്നെ പഠിക്കണോ, MBAക്ക് നോക്കിയാൽ എങ്ങനെയാ? അപ്പൊ MBA പഠിപ്പിക്കണമെങ്കിലും പൈസ ഇല്ല, BEd പഠിപ്പിക്കണമെങ്കിലും പൈസ ഇല്ല. ആ സമയത്ത് എക്സാം എഴുതി അങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവരുടെ വിദ്യാഭ്യാസ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിലെ ചെറിയതും വലിയതുമായ എല്ലാ ആവശ്യങ്ങളും ദൈവം സമയങ്ങളിൽ നിറവേറ്റി തന്നു. പലപ്പോഴും ജീവിതത്തില് പല ഭാരങ്ങളിലൂടെ കടന്നുപോയി. ഒറ്റപ്പെടലുകളൊക്കെ ജീവിതത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്. എന്നാൽ ആ സമയത്തൊക്കെ ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതൊക്കെ ഓരോ പാഠമായിട്ടാണ് ഉൾക്കൊള്ളുന്നത്. കാരണം അങ്ങനെ ഓരോ പാഠമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോയതുകൊണ്ട് ജീവിതത്തില് ഇന്ന് നിലനിൽക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തില് നമ്മൾ ഏത് വഴിക്ക് കടന്നു പോയാലും അത് ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് ദൈവം നമ്മളെ നടത്തുന്നത്. അതിലൂടെ കടന്നു പോയേ നമ്മൾ മതിയാവുള്ളൂ. അതിലൂടെ കടന്നുപോയി നമുക്ക് അനേക കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ഇടയായി തീരും. അതുപോലെ ഞങ്ങളുടെ ഒരു സഹോദരൻ, അവൻ 21 വയസ്സുണ്ടായിരുന്നു. ഞങ്ങളുടെ സഭയിൽ ഒരു ആക്റ്റീവ് മെമ്പർ ആയിരുന്നു. അവന് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. അവന് ശരീരത്തിലൂടെ ട്രക്ക് കയറി ഇറങ്ങി ആ സഹോദരൻ മരണപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്തും ആ സഹോദരനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോകുന്ന സമയം ഞാനാണ് അവനെയും കൊണ്ട് അവന്റെ ഇവിടെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അവരെ മോർച്ചറി കൊണ്ടുപോകുന്നതും അവരെ എല്ലാം അവരുടെ കൂടെ പോകണം. ദേവദാസൻ ശവപ്പെട്ടി വാങ്ങിക്കുവാനായിട്ട് കടന്നുപോയി. ഞാൻ ഈ സഹോദരനെ കൊണ്ട് പോകുന്ന സമയത്ത് എവിടെയെല്ലാം പരിക്ക് പറ്റി അതെല്ലാം നമ്മൾ തന്നെ വേണം പോലീസുകാരെ കാണിക്കുവാനൊക്കെ. ആ സമയത്തും ദൈവം എന്നെ ബലപ്പെടുത്തി. ആ സഹോദരന് എന്നോട് ചോദിച്ചു, നിന്റെ ആരാണ് ഇവൻ? അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ചേച്ചിയുടെ മോനാന്ന് പറഞ്ഞു. അങ്ങനെ ആ മോന്റെ എല്ലാ കാര്യങ്ങളും നടത്തി ഞങ്ങൾ ഡെഡ് ബോഡിയുമായി ഇവിടെ വന്ന് ഭവനത്തിൽ വന്നു. എന്നാൽ ഗ്രാമവാസികൾ ഞങ്ങൾക്ക് സ്ഥലം തന്നില്ല അവനെ അടക്കാനായിട്ട്. അങ്ങനെ അവനെ അടക്കുക സ്ഥലം തരാതെ ഞങ്ങൾ സംസാരിച്ചു. എന്നാല് എങ്ങും അടക്കുവാനുള്ള ഇല്ല. അങ്ങനെ ഞങ്ങൾക്ക് വളരെ ഭാരപ്പെട്ടു. അതിനുശേഷമാണ് 2 ഗ്രാമങ്ങൾ സിസ്റ്റർ പറഞ്ഞേ. ഹലോ, പ്രൈസ് ലോർഡ് സിസ്റ്റർ. ഒന്നുകൂടെ പറഞ്ഞേ. ഗ്രാമവാസികൾ സ്ഥലം തന്നില്ല. പിന്നെ ഹലോ, ഗ്രാമവാസികൾ സ്ഥലം തന്നില്ല. ഞങ്ങൾ മോന്റെ ശവവുമായി ഇങ്ങനെ കാത്തിരുന്നു, ആരെങ്കിലും സ്ഥലം തരുമെന്ന് വിചാരിച്ചു. എന്നാൽ ആരും അതിന് കൂട്ടാക്കിയില്ല. ആ മോൻ മാത്രമേ വിശ്വാസത്തിൽ വന്നിരുന്നു. അതിനുശേഷമായിട്ട് ആ മോന്റെ ശവം 2 ഗ്രാമങ്ങള് കൂടുന്നിടത്തൊരു വനമുണ്ട്. ആ വനത്തില് ഒരു പുറമ്പോക്കെന്ന് പറയാം, ആ സ്ഥലത്ത് കൊണ്ടുപോയി അടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ സമയത്ത് ഒരു ശ്മശാന ഭൂമി വേണമെന്ന് ഞങ്ങൾ വളരെ ആഗ്രഹിച്ചു. കാരണം വിശ്വാസത്തിൽ കടന്നു വന്നവർക്ക് അവരെ അടക്കുവാൻ പോലും സ്ഥലം തരാത്ത ഒരു ഇടമാണ്. അങ്ങനെ ഞങ്ങൾക്ക് ദൈവം ഒരു സ്ഥലം തരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങള് ശ്മശാന ഭൂമിക്ക് വേണ്ടി സ്ഥലം വാങ്ങിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലെ
ഓരോ കാര്യങ്ങളിലും സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹത്തോടെ വഴി നടത്തി. ജീവിതയാത്രയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തില് ദൈവത്തെ എപ്പോഴും നമ്മൾ രുചിച്ചറിഞ്ഞു കഴിയുമ്പോഴാണ് ദൈവത്തോട് കൂടുതലായിട്ട് നമ്മൾ അടുക്കുന്നത്. കാരണം നല്ല മാതാവായി, നല്ല പിതാവായി, സ്നേഹിതനായി നമ്മുടെ ജീവിതയാത്രയിൽ എല്ലാമാണ് ദൈവം. നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും നമ്മൾ ദൈവത്തെ രുചിച്ചറിയണം. അങ്ങനെ ദൈവത്തെ കൂടുതലായി നമുക്ക് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരിക്കലും നമുക്ക് ആ സ്നേഹത്തിൽ പിരിച്ചു പോകാൻ പറ്റില്ല. എന്നെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കരം പിടിച്ചു നടത്തുന്ന നമ്മുടെ കരുത്തനായ ദൈവം, സർവശക്തനായ ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നിലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. സുവിശേഷ വേലയ്ക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ കരുതി വെച്ചിട്ടല്ല നമ്മൾ ഇറങ്ങുന്നത്. നമുക്ക് വേണ്ടി കരുതുന്ന സർവശക്തനായ ദൈവമുണ്ട്. ആ സ്വർഗത്തിലെ അപ്പന്റെ വേലയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടി സർവശക്തനായ ദൈവം സകലതും കരുതിയിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കും. അത്ഭുതകരമായ വഴികളെ ദൈവം തുറക്കും. ഇതെന്റെ അനുഭവമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങളുടെ യേശുവിനെ ഞങ്ങൾ രുചിച്ചറിഞ്ഞു. അതുപോലെ ആരോടും ഒരു സഹായവും ചെന്ന് ചോദിക്കുവാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല. അതത് സമയങ്ങളിൽ ഞങ്ങൾ അറിയപ്പെടാത്ത അനേക പ്രിയപ്പെട്ടവരിലൂടെ ഇന്നും ഞങ്ങൾ അറിയത്തില്ല ആരാണ് ഞങ്ങളെ സഹായിച്ചത്. ഇന്ന് ഞങ്ങൾ അവരുടെ പേര് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷെ ഞങ്ങൾക്കറിയില്ല അവരാരാണ്. പക്ഷെ അന്നുള്ള ആഹാരം തന്ന് അതത് സമയത്ത് നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തന്ന് നമ്മളെ നടത്തുന്ന സർവശക്തനായ ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് പ്രത്യാശയോടെ മുമ്പോട്ട് പോകാം. എനിക്ക് ജോയ്സ് ടിവിയിൽ ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന പ്രിയ സിസ്റ്റിനോട് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയെ അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. ഓക്കെ സിസ്റ്റർ, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പ. ദൈവമേ, മനോഹരമായ ദൈവമേ, പകൽക്കാലം കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ കടന്നു വരുവാൻ, കർത്താവെ അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് വർണ്ണിക്കുവാനപ്പ. ഹല്ലേലൂയ. അങ്ങ് അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, അങ്ങ് ഞങ്ങളെ കർത്താവെ വേലയ്ക്ക് വിളിച്ചിറക്കിയതും ദൈവം അങ്ങ് ഞങ്ങളെ നടത്തിയതുമായ വിധങ്ങളെ കർത്താവെ വർണ്ണിക്കുവാനപ്പ. അടിയന്റെ ജീവിതത്തിൽ നൽകുന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഈ കർത്താവെ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ കർത്താവെ ദൈവമേ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, കർത്താവിങ്കിലേക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവരിലേക്ക് കർത്താവെ വലിയ ശക്തിയായി കർത്താവെ വ്യാപരിക്കുവാൻ തക്കണം കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ, ജോയ്സ് ടിവിയിലൂടെ കർത്താവെ അനേകർക്ക് കർത്താവെ ആശ്വാസം പകരുന്ന, അനേകരെ കർത്താവെ അങ്ങയിലേക്ക് അടുപ്പിക്കുന്ന കർത്താവെ, ജീവിക്കുന്ന സാക്ഷ്യം പറയുവാൻ കർത്താവെ, അനേകരെ കർത്താവ് സഹായിക്കുന്നതിനാ നന്ദി പറയുന്ന കർത്താവെ. അതിനുവേണ്ടി കർത്താവെ പ്രയത്നിക്കുന്ന പ്രിയ സിസ്റ്ററിനെയും കർത്താവ് കുടുംബത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവനാമ മഹത്വത്തിന് വേണ്ടി എല്ലാം ആയി തീരുവാൻ തക്കണം കർത്താവ് സഹായിക്കണമേ അപ്പ. അങ്ങയുടെ കരങ്ങളിലേക്ക് അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.